we have some naughty boys and girls. Naughty boys and girl. Girls illa. Girl. ഗൗരവത്തിലല്ല ചേച്ചി സന്തോഷത്തിൽ പറ ഗൗരവമായി Hi hello viewers, welcome to our show Untold with Ajit. അലൻ ജോസ് പെരേരയുടെ എക്സ്പ്രഷൻ പോലെ ഏറ്റവും ആദ്യം ചളി അടിച്ചു തുടങ്ങിയത് പ്രശ്നമുണ്ട് സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ചളി അടിക്കണത്. തരുൺ മൂർത്തിയുടെ സിനിമ ഇത്രയും വലിയൊരു ഹിറ്റിന് ശേഷം തരുൺ ആ സിനിമയാണോ ചെയ്യേണ്ടതെന്നുള്ളത് തരുണിന്റെ കോളാണ്. അത് ഒരിക്കലും അത് ഞാനായിട്ട് നിർബന്ധിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം ലാൽ സാറിനെ പോലെ ഒരാളെ വെച്ചിട്ട് മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത് ലാൽ സാറിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ചെയ്തു. സീരിയസ് ആയിട്ട് പറയാനുള്ളത് മൊത്തം ഞാൻ ജപ്പു വെൽക്കം ടു മലയാളം സിനിമ. ആയിരത്തൊന്ന് നുണകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ മൂവി എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്തു പ്രൊഫഷണൽ ആണ്. പ്രൊഫഷണൽ ഭയങ്കര പ്രോ ആണ്. കുട്ടി ആരായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. കുട്ടിയുടെ പേര് മുത്ത്. ആരാണ് ഇവര് സെറ്റിലൊക്കെ എങ്ങനെയാണോ? ആരാ? എല്ലാരും അല്ല, സെറ്റില് ഡയലോഗ് ഒക്കെ നോക്കി അഭിനയിക്കണമല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഫ്രണ്ട് ഉണ്ടാവില്ല നമുക്ക് കാണുമ്പോൾ ഈ ഓക്കെ ഇവൻ തല്ലിപ്പൊളിയാണ് എന്ന് തോന്നൂലേ? അങ്ങനത്തെ ഒരു നമ്മളെ രണ്ടുപേരും അങ്ങനെ സെറ്റ് ആക്കി രണ്ട് തല്ലിപ്പൊളികൾ കൂട്ടി ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി നന്നായിട്ട് ഇവന് ചെയ്യാൻ പറ്റും. ഒരു കണ്ണൂർ ബോയ് ആയതുകൊണ്ട് തന്നെ കണ്ണൂർ ബോയ് ഒന്ന് വിളിച്ചേ ബോയ് എന്തോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ട് എടുത്ത് അപ്പൊ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നിയപ്പോ ഞങ്ങൾ മാർക്ക് പോയി. എടാ അങ്ങനെ ചോദിക്കല്ലേ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് അലൻ ജോസ് പെരേരയുടെ എക്സ്പ്രഷൻ പോലെ ഇവരുള്ളൊരു ഇൻട്രോഡക്ഷൻ കിട്ടിയില്ലേ? എന്നെ ജപ്പൂന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ തമറക്കിനെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചു 1900 കണ്ടൊരു വൈബില് ഭയങ്കര സീരിയസ് മനുഷ്യനാണ് എന്നാ. പക്ഷെ ഇവിടെ വന്ന ഉടനെ ഏറ്റവും ആദ്യം ചളി അടിച്ചു തുടങ്ങിയത് തമറക്കാണ്. അപ്പൊ ഞാൻ ഈ 32 ദിവസം നിങ്ങൾ എങ്ങനെയാണ് ഈ സെറ്റിൽ അതിജീവനത്തിന്റെ ആ ഒരു കഥ പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. പ്രശ്നമുണ്ട് സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ചളി അടിക്കണത്. അതായത് ഞാൻ ചില്ലടിച്ച് കിടക്കുമല്ലോ, ശീലല്ല. അതെ ഇതിന് വളരെ കൃത്യമായ ഒരു ഉത്തരമാണ് പറയേണ്ടതെങ്കിൽ ഈ സിനിമ നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഒന്ന് ഇവന്റെ ഏജ്, ഇവനാണ് ഈ സിനിമയുടെ ജപ്പു എന്ന് പറയുന്നതാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പൊ ജപ്പുവിന്റെ കൂടെയുള്ളൊരു ട്രാവലാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ട്രാവലാണ് ഈ സർക്കിട്ട് എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു നോർമൽ സിനിമ ചെയ്യുന്ന പ്രഷറിലോ അത്രയും ടെൻഷനിലോ എഫേർട്ട് ഇട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നോ ഇതൊരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണെന്നോ പോലും തോന്നാത്ത രീതിയിലായിരിക്കണം ഈ സിനിമ ഷൂട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളുടെ പടം ആ ഫോർമാറ്റ് ആയിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും ലൂസായിട്ട് ഇതിന്റെ ഷൂട്ടിൽ ഒന്നും ഒരു സമയത്തും ഈ പറയുന്ന ഒരു പ്രഷർ ഒരു പോയിന്റിൽ ഞങ്ങൾക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളായിട്ട് ആർക്കും ഫീൽ ചെയ്യിപ്പിച്ചിട്ടുമില്ല. അപ്പൊ അതിന് ഒരുപാട് പേരോട് നന്ദി പറയണം. ഒന്ന് മിസ്റ്റർ തമാർ, ഇദ്ദേഹം 1900 ചെയ്ത വളരെ സീരിയസ് ആയിട്ടുള്ള സംവിധായകനായിരുന്നു. ആ ഫോർമാറ്റ് പൊളിച്ചോണ്ടാണ് ഞങ്ങൾ ശരിക്കും ഈ ഷൂട്ടിന് ഇറങ്ങിയത്. കാര്യം ഇതിന്റെ മുന്നേ എടുത്ത എഫേർട്ട് അത്രയായിരുന്നു. കാര്യം ഈ ജപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഏകദേശം 750ഓളം കുട്ടികൾ ഓഡിഷൻ ചെയ്തു. കാര്യം ഈ ക്യാരക്ടറിന്റെ കുറെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇപ്പൊ അതിന്റെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. ADHD ഉള്ള കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ അവൻ അഭിനയിക്കുവാണെന്നോ തോന്നരുത്. അത് ആ കുട്ടിക്ക് ഒരു റിയൽ ഫീൽ കൊണ്ടുവരുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പോ ADHD ഇല്ലാത്ത ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓഡിഷൻ ആയിരുന്നു. അതായത് നമുക്ക് ഒന്ന് ചാർജ് ആക്കി വിട്ടാൽ ഹൈപ്പർ ആക്റ്റീവ് ആയി പോകുന്ന ഒരു കുട്ടി.
അപ്പൊ അങ്ങനെയാണ് ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കൂടെ ഇവനെ കാണുന്നതും ഇവന്റെ ഓഡിഷൻസ് എടുക്കുന്നതും ഈ സീൻസ് പെർഫോം ചെയ്യുന്നതും ഇവന്റെ ലുക്സ് ഫിക്സ് ചെയ്യുന്നതും. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു ഭയങ്കരമായ ഒരു പ്രോസസ്സ് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും സമയം എടുത്തിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. അപ്പൊ ആ സമയങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇവൻ എത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഷൂട്ടിംഗ് അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരുന്നു. കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവൻ എന്നെ കൊണ്ട് ഇനി പറ്റൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല, തീർന്നു. അപ്പൊ ഇവൻ എക്സൈറ്റ്മെന്റ് കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കണം ഇതിന്റെ ഷൂട്ടിംഗ് എന്നുള്ളത്. അപ്പൊ അതില് പിന്നെ എടുത്തു പറയേണ്ടത് അജിത് വിനായക, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്, അവര് ഒരു രീതിയിലും, കാര്യം അവര് ചെയ്ത പടങ്ങളുടെ പ്രൊഫൈലും നമുക്കറിയാം, എല്ലാം അത്രയും ബിഗ് ബഡ്ജറ്റ് സിനിമകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സിനിമ എത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻറ്റയർലി ദുബായിലാണ് ഷൂട്ട് ചെയ്തത്. ഒരു എന്താ പറയുക, ഒരു 38 ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എന്നിട്ടും ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ 35 ദിവസം കൊണ്ട് ഇതിന്റെ ഷൂട്ട് തീർത്തു, ഇൻക്ലൂഡിങ് ഓൾമോസ്റ്റ് 50 days ഓഫ് നൈറ്റ് ഷൂട്ട്സ്. സിംഗ് സൗണ്ടുമാണ്. അപ്പൊ ഈ 15 ദിവസം നൈറ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാല് ദുബായിയുടെ നമ്മള് അധികം ആർക്കും അറിയാത്ത ഒരു ഫേസ് ഉണ്ട്, ഇതിന്റെ തണുപ്പ്. നമ്മൾ ദുബായ് എപ്പോഴും ചൂടാ പറയുക, എക്സ്ട്രീം തണുപ്പിലുള്ള സമയത്താണ് നമ്മൾ നൈറ്റ് ഷൂട്ട്സ് എടുക്കുന്നത്. അപ്പൊ ഈ ഒരു 2 മണി 3 മണിക്കൊക്കെ ശേഷം നമുക്ക് പോലും ഉറക്കം ഒരു പരിധി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്ത് നിൽക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അഭിനയിക്കാനോ ഒക്കെ ഇച്ചിരി സമയമുള്ളതാണ്. പക്ഷെ ആ സമയത്തൊക്കെ ജപ്പു ഭയങ്കര രസമായിട്ട് ആ ലൊക്കേഷനിൽ ഞങ്ങളെല്ലാവരെയും ചാർജ് ചെയ്ത് നിൽക്കുന്നത് ഇവനായിരുന്നു. കാര്യം ഇവൻ ഈ പവറിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം നല്ലതെന്ന് പറയാൻ പറ്റൂല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തമർ ടീ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. തമറിന്റെ ഈ മൂഡ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി തമറിന്റെ ലാബിൽ ഉണ്ടാക്കിയ ഒരു ചായ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശരിക്കും ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ സിനിമ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തത്. സീരിയസ് ആയിട്ട് പറയാനുള്ള മൊത്തം ഞാൻ ഇത് സെക്കൻഡ് ഫിലിം അല്ലേ ദുബായിൽ ബാക്ക് ടു ബാക്ക്? ശരിക്കും ദുബായ് കണക്ഷൻ എന്താ? അല്ല, ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഗൾഫിലാണുള്ളത്. അവിടെ ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ സ്റ്റിൽ എപ്പോഴും അവിടെ തന്നെയാണ്. എന്റെ ഫാമിലി ഒക്കെ ഉള്ളത് അല്ല ജോലി. ഞാൻ ആഡ് ഫിലിം മേക്കറാണ്, സ്വന്തം പരിപാടിയാണ്. അപ്പോൾ അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സെർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റോറീസ് ഒക്കെ എഴുതിയത്. അവിടെ സംഭവിച്ചു. ഇനി നാട്ടിൽ നിന്നായിരിക്കും സിനിമ എടുക്കുന്നത്. സിനിമയായിരുന്നു എപ്പോഴും പാഷൻ. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ ചുറ്റുപാട് പല സമയത്തും വേറെ വേഷങ്ങൾ അങ്ങനെ പരസ്യ സംവിധായകനായി. പിന്നെ എൻറ്റയർലി ഇതിന്റെ ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ അയാസ്, ഇതിന്റെ DOP ഇതുപോലെ തന്നെ NRI ആണ്, ജനിച്ചു വളർന്നത് അവിടെയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു ദുബായിൽ കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ അതിന്റെ ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ഒരു ടോണിൽ കാണിക്കണമെങ്കിൽ ആ നാട് അറിയാവുന്ന ഒരാളും ആ നാട്ടിലെ കാലാവസ്ഥയും എല്ലാം അറിയാവുന്ന ഒരാൾ വേണം. അപ്പൊ അത് അയാസാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയി. ഇപ്പൊ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ അന്വേഷണം വന്നത് അതിന്റെ DOP പറ്റിയിട്ടാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ടീം എല്ലാവരും ദുബായിൽ ജനിച്ചു വളർന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് പോലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഈവൻ അറിയാലോ ദുബായിൽ നമ്മൾ പ്രത്യേകിച്ച് പബ്ലിക്കിൽ ഷൂട്ട് ചെയ്യുന്ന പല സമയത്തും നമുക്ക് പബ്ലിക് റോഡിൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പെർമിഷൻസ് എടുക്കേണ്ടി വരും, ലോക്കൽസ് ആയിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരു നാട്ടിൽ ഷൂട്ട് ചെയ്യുന്ന അത്രയും കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഈ സിനിമ മൊത്തമായിട്ട് അവിടെ ഷൂട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ ഒരു 5-8 മെയിൻ ആക്ടേഴ്സ് ഇവിടുന്ന് കൊണ്ടത് ഒഴിച്ചെടുത്താൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ അവിടുന്ന് ഓഡീഷനൊക്കെ വെച്ച് കണ്ടെത്തിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് അവിടുന്ന് ചെയ്ത സിനിമ. സോ ജപ്പു, വെൽക്കം ടു മലയാളം സിനിമ. എന്താ ശരിക്കും ഫസ്റ്റ് ഒക്കെ ഫീൽ ചെയ്ത് സെറ്റിലേക്കൊക്കെ പോകുമ്പോ? സെറ്റിലേക്കൊക്കെ ഫീൽ ചെയ്യുമ്പോ എന്താ ഫീൽ ചെയ്തത് ഫസ്റ്റ് ഡേ? ഫസ്റ്റ് ഡേ ആദ്യം എനിക്ക് പേടിയായിരുന്നു, പിന്നെ നല്ല ഫീലിംഗ് ആയിരുന്നു, നല്ല രസമായിരുന്നു. എനിക്ക് ഇതൊരു സർക്കിട്ട് തന്നെ, ഞാൻ ഇതൊരു ഇന്ത്യയുടെ വെളിയിൽ പോയിട്ടില്ല. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. അല്ല, ഇവരുടെ വർക്ക് ചെയ്യുമ്പോഴേ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ആണല്ലോ, അവരുടെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ എന്താ നമുക്ക് പഠിക്കാൻ പറ്റണേ? നമ്മൾ ഒരുപാട് ആലോചിക്കുമ്പോൾ ഒരുപാട് ചിന്തിക്കുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് പേടിയാവുന്നതും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ ബോധേഡാവുന്നതും ഒക്കെ. ഇപ്പം ജപ്പു ലൊക്കേഷനിൽ വന്നിട്ട് ഇതിനെ പറ്റി വേറെ ഇതിന്റെ നൂലാമാലകളെ പറ്റിയിട്ടോ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയിട്ടോ ഒന്നും ഇവൻ ചിന്തിക്കുന്നില്ല. ഇവൻ വളരെ ഫ്രീ ആയിട്ട് എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്യുക, അത് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ അത് മാറ്റി ചെയ്യുക. അപ്പൊ അതാണ് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഐ ഓപ്പണർ ആയിട്ട് ഫീൽ ചെയ്തത്. വെറുതെ ആവശ്യമില്ല നമ്മൾ കാട് കയറി ചിന്തിക്കണ്ടെന്ന് പറയില്ലേ, അത് ഇവിടെ നിന്നാണ് കിട്ടിയത്. ഇപ്പൊ ദിവ്യപ്രഭ ശരിക്കും എങ്ങനെയാ സിനിമയിലേക്ക് ഇതിലേക്ക് വന്നെ? താമര അറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതിലെ പെർഫോമൻസ് ഇഷ്ടമായിട്ടാണ് എനിക്ക്.
ഏതാ അതിലും സെക്കൻഡ് നേഴ്സ് ക്യാരക്ടർ അല്ലേ ഫിലിമോഗ്രഫിയില്? ഇതിലോ? അല്ലല്ല, ഫിലിമോഗ്രാഫിയിൽ എനിക്ക് 4th ആണെന്ന് തോന്നുന്നു. പ്രൊഫഷൻ നേഴ്സ് ആയിട്ടുള്ള, പക്ഷെ ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. അപ്പൊ അറിയിപ്പ് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് അയച്ചു തരുന്നു. എനിക്ക് അത് സ്ക്രിപ്റ്റ് എന്തായാലും ക്യാരക്ടർ ചെയ്യാൻ തോന്നി. പിന്നെ ഇതിന് മുമ്പുള്ള 1000 ലൈഫ്സ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ട്രസ്റ്റും കൂടി ഉണ്ടായിരുന്നു. 1000 babies മറ്റേ ഇന്നലെ സ്റ്റേജിൽ 1000 babies ചെയ്തിട്ടുള്ളത്. 1000 ലൈഫ്സ് എന്ന് പറഞ്ഞ 1001 നുണകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ മൂവി എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അല്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു, കാരണം സ്ക്രിപ്റ്റ് വായിക്കുമ്പോ അതുപോലെ ആയിരിക്കില്ല ചിലപ്പം. നമുക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടി ആരായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിക്കുമായിരുന്നു താമറിന്റെ അടുത്ത്, ഇത് കൺഫേം ആയോ, കൺഫേം ആയോ, ആരാണ് ആ റോൾ. ഇവര് സെറ്റിലൊക്കെ എങ്ങനെയാണോ? ആരാ? എല്ലാരും പൊത്തൻ ടീം? അല്ല, സെറ്റില് ഡയലോഗ് ഒക്കെ നോക്കി അഭിനയിക്കണമല്ലോ, അപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഭയങ്കര പ്രോ ആണ്. ഇവനും ഭയങ്കര പ്രോ ആണ്. ജപ്പു ഞങ്ങളെ പോലെ എല്ലാവര്. ആര്? ദിവ്യ. അപ്പൊ കുറച്ച് ചോദ്യമൊക്കെ ഇത് വേണം. ക്യാൻസർ ഒക്കെ പോയി വന്ന ആളല്ലേ, അതുകൊണ്ട് അവൻ ചോദ്യം ചോദിച്ചത്. വേറെന്തെങ്കിലും അല്ല, ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ എങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള തിരക്കഥകൾ എഴുതാൻ പറ്റുന്നത്? ഇങ്ങനെ മനസ്സിലൊരു കുട്ടി ഹൃദയം വെച്ചിട്ട് കോംപ്ലക്സ് അല്ല, കോംപ്ലക്സ് ആയിട്ടുള്ള തിരക്കഥകൾ എഴുതി 1001 എനിക്ക് ആരോടും കഥ പറഞ്ഞപ്പോ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ 1001 നുണകൾക്ക് മുന്നേ ചെയ്യാനിരുന്ന സിനിമയായിരുന്നു സർക്കിട്ട്. ഇതായിരുന്നു അവൻ ആദ്യമായിട്ട് ചെയ്യാനിരുന്നത്. ഈ കാസ്റ്റ് ഒന്നും ആയിരിക്കണം എന്നില്ല, പക്ഷെ ആദ്യം സിനിമ ചെയ്യണം എന്ന ഐഡിയ ഉണ്ടായിരുന്നത് ഈ സിനിമയായിരുന്നു അല്ലെ? അങ്ങനെയല്ല, അതായത് നമ്മളെങ്ങനെയാന്നല്ല, നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന കഥകള്, നമുക്ക് ഇഷ്ടം തോന്നുന്ന കഥ, അത് കുറെ കാലം നമ്മളിൽ വർക്ക് ചെയ്ത് അത് പറയണമെന്ന് തോന്നുന്ന ഒരു മൊമെന്റാണല്ലോ ചെയ്യാനെടുക്കുക. അപ്പൊ അതിന് അത് വേറൊരു എഫേർട്ടാണ്. അപ്പൊ അങ്ങനെ പിന്നെന്താ വെച്ചാല് നമ്മള് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലെ ഇവരൊക്കെ ഡേറ്റ് ഒക്കെ തരത്തുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ചിരിച്ചു പോയിട്ട് കഥ ഒന്നും കിട്ടത്തില്ലല്ലോ. ആസിഖാനൊക്കെ സ്ക്രിപ്റ്റ് സെലക്ഷന് പേരുള്ള ആളാണ്. അപ്പൊ മികച്ച സർട്ടിഫൈഡ് സ്ക്രിപ്റ്റ് സെലക്ടർ. നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യണ ബിടെക്കിന്റെ സെറ്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് അതിനു മുന്നേ, പക്ഷെ ഇങ്ങനെ എന്തായിരുന്നു ദീപകില് കണ്ട ഒരു വൺ സ്പെഷ്യൽ ക്വാളിറ്റി? നമ്മുടെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലോ, നമുക്ക് കാണുമ്പോ ഈ ഓക്കെ ഇവൻ തല്ലിപ്പൊളിയാണ് എന്ന് തോന്നൂലേ? അങ്ങനത്തെ ഒരു ഈ രേഖാചിത്രം കഴിഞ്ഞു വരുന്ന ഒരു കോയിൻസിഡൻസ് ഉണ്ട്. രണ്ടാമത്തെ ഇപ്പൊ ഒരു ടൈമില് ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പൊ കൗണ്ട് എടുക്കുകയാണ്, ഏകദേശം നിയർ ടു 30 ന്യൂ ഡയറക്ടേഴ്സിന് അവസരം കൊടുത്ത ഒരാളാണ് ആസിഫ് ഖാൻ. ഇപ്പോ രണ്ടാമത്തെ സിനിമകൾ ചെയ്യുന്ന ആളുകളായിട്ട് റെഗുലർ ആയിട്ട് ഇപ്പൊ കൊളാബറേഷൻസ് വന്നെ. അപ്പൊ ഈ ഫസ്റ്റ് അവരുടെ ഫസ്റ്റ് ഫിലിം എപ്പോഴും ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ഈ 1001 കണ്ട ഒരു മാജിക് എന്തായിരുന്നു? 1001 ഞാൻ ഒരു ട്രാവൽ ട്രെയിനിൽ വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമുക്ക് ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം സിനിമ കാണുക എന്നുള്ളതാണ്. അപ്പൊ ഞാനും നവീൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇതുപോലെ എവിടെയോ ദൂരം ഉണ്ട്, അപ്പൊ ട്രെയിനിൽ കുറച്ചധികം സമയമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഐപാഡ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സിനിമ കാണാം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അന്ന് OTT-യിൽ ഒരു പ്ലാറ്റ്ഫോമിൽ റിലീസ് ആയിട്ടുണ്ട് 1001. എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല, ഇത് ആരുടെ പടമാണെന്ന് ഒന്നും അറിയില്ല. ആ സിനിമ അങ്ങ് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങി അതിനകത്ത് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു മൂഡ് കിട്ടാൻ തുടങ്ങി. ആ ഒറ്റ ഇരിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും ആ സിനിമയെ കണ്ടു. ആ സിനിമയെ പറ്റി ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. കാര്യം ഇത് ഈ ഫോർമാറ്റിൽ ഇതേ കഥയിൽ പല സിനിമകളും അറ്റംപ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അതും ആ ഒരു വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇത് പ്ലേസ് ചെയ്തു. ഓരോ സമയത്തും ഓരോ സിറ്റുവേഷൻസ് ഓരോ പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ അകത്തേക്ക് വന്നു. ആ ടെൻഷൻ നമുക്ക് തന്നു, നമ്മളെല്ലാവരെയും സംശയിച്ചു എന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും കൂടെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് കണക്ട് ആയി. അപ്പൊ അതെല്ലാം പുതിയ ആൾക്കാരും. അപ്പൊ അതൊരു ഭയങ്കര അതായത് അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഫീൽ ചെയ്തു.
അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഇങ്ങനെ ഇത് ഈ പേരും സ്പെഷ്യൽ ആണല്ലോ, അങ്ങനെ ഒത്തിരി പേർക്കും കാണാത്തതുകൊണ്ട് നമ്മൾ ആ പേര് സെർച്ച് ചെയ്തെടുക്കാനും പാടുണ്ടായില്ല. അപ്പൊ ഞാൻ അതിൽ വോയിസ് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞാനാണ്, സിനിമ ഞാൻ കണ്ടു, നല്ല രസമുണ്ട്, ഒന്ന് ഫ്രീ ആകുമ്പോൾ വിളിക്കാവൂന്ന് ചോദിച്ചിട്ട് എന്റെ നമ്പറും കൊടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തമറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച് സിനിമയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് സീരിയസ് ആയിട്ട് എടുത്ത് അപ്പൊ തന്നെ അപ്പൊ സർക്കിട്ടിങ് ഔട്ട്ലൈൻ ഫുള്ള പരിപാടി സർക്കിട്ട് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ചെയ്യാൻ വിചാരിച്ച ഒരു സിനിമയായിരുന്നു. പിന്നെ യാദൃശിക 21 സർക്കിട്ട് സംഭവിച്ചു. പിന്നെ ഈ കഥ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിലറൊക്കെ കണ്ടപ്പോഴേ ആളുകൾക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ പൊതുവേ NRIs ആയിട്ടിരിക്കുന്ന ആളുകൾ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ ശരിക്കും അവരുടെ. അപ്പം രണ്ടുപേരും മോസ്റ്റ്ലി വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അവർക്ക് ഈ കുട്ടികളെ ഒരു സ്ഥലത്ത് മാനേജ് ചെയ്യണം, അവരുടെ പ്രൊഫഷണൽ ലൈഫ് മാനേജ് ചെയ്യണം, പോരാത്തതിന് അവർ വേറൊരു കൺട്രിയിലും കൂടെയാണ്. അപ്പൊ ഈ 3 ഫാക്ടറും കൂടെ സർക്കിട്ടിന് സിനിമയെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ടോ, സംസാരിക്കുന്നുണ്ടോ സർക്കിട്ട്? ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. കാരണം അല്ല, അങ്ങനെ ഭയങ്കര പൈസയൊന്നും ഇല്ലാണ്ട് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഏത് രീതിയിൽ കൊണ്ടു നടക്കുന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതല്ലേ ഡയറക്ടർ പറയാൻ ഉദ്ദേശിച്ചത്? തന്നെയല്ലേ ഈ പറഞ്ഞ 3 ആംഗിളും ഇവരുടെ ഫാമിലിയിലുണ്ട്. പ്ലസ് അതൊരു ഇപ്പൊ ബ്രോ പറഞ്ഞ ഫിനാൻഷ്യൽ ക്രൈസിസ്, ഇവരുടെ ജോലി, അതിനൊക്കെ പുറമെ ഒരു ADHD ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടെ ഉള്ള കുട്ടിയാണെങ്കിൽ അത് കുറച്ചും കൂടെ ടഫാവും ആ ഒരു സിറ്റുവേഷൻ. കാരണം മറ്റേ നമുക്ക് വീട്ടിൽ കയറി വരുമ്പോൾ ചിലപ്പോൾ സമാധാനത്തിന് പകരം അത് വേറൊരു മൂഡിലോട്ടൊക്കെ പോകും. അപ്പോൾ ആ ഒരു പ്രഷറും കൂടെ ഉണ്ടാവുന്നുള്ള പ്രശ്നങ്ങളും കോംപ്ലക്സിറ്റി ഒക്കെയാണ് ഇവരുടെ ജീവിതം. ഫീൽ ചെയ്ത ശരിക്കും ആ ആംഗിൾ കഥ വായിച്ചപ്പോ? ഉറപ്പായിട്ടും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തതും. കാരണം എപ്പോഴും നോർമലി ഉള്ള കുട്ടികളെക്കാളും ഇങ്ങനെ കുറച്ചും കൂടെ ഹൈപ്പർ ആകുമ്പം ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ആ ഒരു ഇതുണ്ടാവും, ആ ഒരു കൺസേൺ എപ്പോഴും ഉണ്ടാവും ഉള്ളില്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ന്യൂക്ലിയർ ഫാമിലിയില് വേറെ ആകെ അച്ഛനും അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പം കൊടുക്കേണ്ട കെയറിങ് ആണെങ്കിലും ടൈം ആണെങ്കിലും ഒക്കെ എല്ലാം ബാധിക്കുമല്ലോ അതിനെ. അപ്പൊ ആ രീതിയിലുള്ള ആ ഒരു സൈഡും കൂടെ പറഞ്ഞു പോകുന്നുണ്ട് സിനിമയില്. ഈ പണ്ട് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഡിഫറെന്റ്ലി ഇമോഷണൽ എന്ന്. ശരിക്കും അതാണോ ആസിഫ് അലി എന്ന ആള് സെറ്റിലൊക്കെ വരുമ്പോഴത്തേക്കും? കാരണം സൈലൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാ ഷോട്ടിനൊക്കെ മുമ്പ്. അപ്പം പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആള്. ഇപ്പൊ സിനിമ വർക്ക് ആയില്ലെങ്കിൽ ഞാൻ പൊതുവേ അതിനൊക്കെ മാറി കുറച്ച് സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാ. ശരിക്കും ആ പ്രോസസ് ഇപ്പോഴും ഫോളോ ചെയ്യണ്ടോ? എനിക്ക് ലൊക്കേഷനിൽ ഞാൻ സൈലൻസ് പറയുന്നത് എന്റെ കോൺസെൻട്രേഷൻ ലെവലിന്റെ പ്രശ്നമാണ്. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. എനിക്ക് ഷോട്ട് എടുക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് ലൊക്കേഷനുള്ള ഒരേ ഒരു പ്രശ്നം എനിക്ക് സൈലൻസ് വേണം എന്നുള്ളതാണ്. പിന്നെ ഇമോഷണൽ എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെ ഓരോ രീതിയാണല്ലോ. ഇപ്പൊ എനിക്ക് നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, സിനിമയിൽ ഒരു നല്ല മൊമെന്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് ടച്ച് ചെയ്യും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മെയ്യഴകനെ പറ്റി പറഞ്ഞതിന്റെ ഒരു ന്യൂസ് ഞാൻ ഇന്നലെ വായിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞ് വീട്ടുകാർ പേടിച്ചതൊക്കെ പറഞ്ഞു. കരഞ്ഞു. പക്ഷെ അതാണ് നല്ല ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുമല്ലോ, അതിന്റെ ഒരു രസമുണ്ട്. അപ്പൊ അത് എനിക്കും ഇഷ്ടമാണ് അത്. അല്ലാതെ അതിനും പ്രൊഫഷനുമായിട്ടും ബന്ധമൊന്നുമില്ല. എനിക്കൊരു നല്ല സുഹൃത്തായിട്ട് ഇരുന്ന് ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അവിടെ നിന്ന് നമ്മളൊരു ട്രിപ്പൊക്കെ പോയിട്ട് ഫ്രണ്ട്സിനെ സീ ഓഫ് ചെയ്യുന്ന സമയത്ത്, അല്ല അവരെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ചെറിയ വിഷമം ഫീൽ ചെയ്യല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അല്ലാതെ മെയ്യഴകിന് ശേഷം ഗോവിന്ദ് വസന്തം മ്യൂസിക് അത് എടുത്തു പറയണം സിനിമയാണ് ഇത്. ഇതൊരു കുഞ്ഞു സിനിമയായിട്ടാണ് നമ്മൾ കണ്ടെങ്കിൽ ഇതിൽ കൊണ്ടുവന്ന ടെക്നീഷ്യൻസ് ഇപ്പം സംഗീതത്തിന് എനിക്ക് തോന്നുന്നു അതിന് രണ്ടാമത് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ ഗോവിന്ദിനെയും നമ്മള് ഇതിനു വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്ത് ഇതിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദിന് ഉണ്ടായ ഒരു എക്സൈറ്റ്മെന്റും ഇതിനു വേണ്ടി ഗോവിന്ദ് തന്ന കുറെ റെഫറൻസ് ഉണ്ട് ഷൂട്ട് ചെയ്യുന്നത്. ആ മ്യൂസിക് ഇട്ടിട്ടാണ് പല സീക്വൻസസും നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഓരോ സീക്വൻസ് എടുത്ത് കഴിയുമ്പോഴും ഓരോ സീക്വൻസിന്റെ മ്യൂസിക് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴും തമർ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ വൺ ടൈം വാച്ചായിട്ട് അയച്ചു തരും. അപ്പൊ ഞങ്ങൾക്കും ഒക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാര്യം നമ്മൾ ചെയ്തതിന്റെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതിന്റെ മുകളിലേക്ക് മ്യൂസിക്കിന്റെ സപ്പോർട്ടും കൂടെ വരുമ്പോൾ ഈ സിനിമ ലിഫ്റ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ഒരു സ്വഭാവം അതാണ്. ഇത് നമ്മള് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആവേണ്ട ഒരു സിനിമയാണ്. അപ്പൊ അതിന് ഏറ്റവും സപ്പോർട്ട് തരുന്ന 2 ഡിപ്പാർട്ട്മെന്റാണ് എഡിറ്റും മ്യൂസിക്കും. അതിന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള 2 പേരെ കിട്ടി.
ഈ ഓൾ വിമൻസ് ലൈറ്റ് കഴിഞ്ഞിട്ടേ ശരിക്കും വരുന്ന സിനിമകളൊക്കെ സെലക്ട് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ അപ്രോച്ചബിൾ ആണോ ഇനി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമോ എന്നുള്ള ഈ ഒരു സംശയമൊക്കെ ഡയറക്ടേഴ്സിന് വരണമായിട്ട് പറയാറുണ്ടോ? എനിക്ക് വരുന്നതിൽ നിന്ന് ഞാൻ എന്തായാലും കുറച്ച് മാറ്റി പിടിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സർക്കിട്ടിൽ അത് തന്നെ ആ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എനിക്ക് എന്തായാലും ഒരു സ്പേസ് ഈ സിനിമയിലുണ്ട് പെർഫോം ചെയ്യാനുള്ള. പ്ലസ് എനിക്ക് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സ്ക്രിപ്റ്റ്. അതുപോലെ ആസിഫും ദീപക്കും എല്ലാവരും ഉള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആണ്. കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ സെറ്റിലല്ലേ മാർക്ക് കാണാൻ പോയത്? ഇതിന്റെ അകത്ത് ടൂ മച്ച് ഇമോഷൻ നല്ല ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കണം തോന്നുന്നു. ഞങ്ങൾ മാർക്ക് പോയിക്കണം. ഫുള്ള് കണ്ടില്ലല്ലോ. എടാ അങ്ങനെ ചോദിക്കല്ലേ. ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ഇല്ല ഞാൻ കുറച്ച് ഇല്ല ഇപ്പൊ കുറച്ച് അപ്കമിങ് സിനിമകളെ കുറിച്ചിട്ട് പറഞ്ഞൊരു ബൈറ്റ് കഴിഞ്ഞ ദിവസം ഭയങ്കര വൈറലായിരുന്നു. ഇനി വരാൻ പോകുന്ന സിനിമകള്. അപ്പൊ അതിനകത്ത് തരുൺ മൂർത്തിയുടെ സിനിമ കൺഫേം. തരുണിന്റെ സിനിമ നമ്മളത് ഈ തുടരും ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു ആ സിനിമ തരുൺ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ആ സിനിമയുടെ സംസാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഹിറ്റിന് ശേഷം തരുൺ ആ സിനിമയാണോ ചെയ്യേണ്ടതെന്നുള്ളത് തരുണിന്റെ കോളാണ്. അപ്പൊ ഒരിക്കലും അത് ഞാനായിട്ട് നിർബന്ധിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാര്യം ലാൽ സാറിനെ പോലെ ഒരാളെ വെച്ചിട്ട് മലയാളികൾ കാണാൻ ആഗ്രഹിച്ച ഒരു ഏറ്റവും ഈ അടുത്ത കാലത്ത് ലാൽ സാറിന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് തരുൺ ചെയ്യേണ്ട സിനിമ അതാണോ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു തരുൺ അല്ലേ. അപ്പൊ ചിദംബരം പടം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വിനയ് ഗോവിന്ദ് പടവും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇവരെല്ലാം ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇവരെല്ലാരും സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്റെ പേരാണ് ഇവർക്ക് എപ്പോഴും മനസ്സിൽ വരിക. പിന്നെ സിനിമയല്ലേ. തട്ടും വെള്ളാട്ടം നെടുമളാതിന്റെ പോസ്റ്റ് പ്രീ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രോപ്പർ കണ്ണൂർ ബോയ് ആണല്ലോ. അപ്പൊ അതിന് അതെ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം ആ സിനിമ ഞാൻ ബോയ് എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ബോയ് എന്ന് വിളിക്കുന്നത് അതാണ് ഇഷ്ടം. ഒന്ന് വിളിച്ചേ ബോയ് എന്തോ അല്ല തട്ടും വെള്ളാട്ടം ശരിക്കും കുറെ മുന്നേ ആലോചിച്ച സിനിമയാണ്. കുറെ മുന്നേ നടക്കേണ്ടിയിരുന്ന സിനിമയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ കാന്താര വന്നിട്ട് ഇപ്പം ആ സമയത്ത് തന്നെ ഒരു തെയ്യം ബേസ് ചെയ്തിട്ടൊരു സിനിമ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര കമ്പാരിസൺ വരും. അതുപോലത്തെ സീക്വൻസുകളാണ് സെയിം. ശരിക്കും കർണാടകയിലെ തെയ്യത്തിനേക്കാളും മുഖത്തെഴുത്ത് കൂടുതലാണ് നമ്മുടെ നാട്ടിലുള്ള കണ്ണൂരിലുള്ള തെയ്യത്തിന്. വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും ആൾക്കാർ കമ്പയർ ചെയ്യും. അപ്പൊ ആ സമയത്ത് തന്നെ സിനിമ ചെയ്യണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ മാറിയിട്ടാണ് ആസിഫായിരുന്നു ആ സമയത്ത്. അപ്പം അവർ കുറെ വർക്ക് ചെയ്യുന്നായിരുന്നു ആ സമയത്ത്. ഇപ്പൊ റീസെന്റ് ഇപ്പൊ ടിക്കറ്റാക്കിയുടെ ഷൂട്ട് ഇപ്പം അതായത് തെയ്യം ബേസ് ചെയ്തിൽ കുറെ സിനിമകൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഏകദേശം തട്ടും വെള്ളാട്ടം തന്നെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും കാലം എടുത്ത എഫേർട്ടൊക്കെ വേസ്റ്റ് ആകും. അതിൽ കുറെ കാലമായിട്ട് അതിന് പിറകെ നടക്കേണ്ട ഒരു സിനിമയാണ് ആ സിനിമ. അപ്പൊ അത് ആസിഫായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ആസിഫിനുള്ള കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പൊ ടിക്കറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കാലിന് പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ കുറെ ദിവസം ഷൂട്ട് ബാക്കിയുണ്ട്. അപ്പം പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ആ സിനിമ നടക്കില്ല. അല്ലെങ്കിൽ അത്രയും എടുത്ത എഫേർട്ട് വെറുതെ ആവുന്നുണ്ട്. അപ്പം സുഹൃത്തുന്ന നിലയിൽ നമ്മൾ സംസാരിച്ച സമയത്ത് ഇപ്പൊ ഞാൻ ആസിഫിന്റെ അടുത്ത് സംസാരിച്ച സമയത്ത് നമുക്ക് ചെയ്യാം, ഇപ്പൊ ഞാൻ ചെയ്താൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആസിഫിനോട് ചോദിച്ചു. അപ്പം നമ്മൾ അങ്ങനെ അപ്പം ടീസർ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ കണ്ടിട്ട് എൻ്റെ അടുത്ത് ഭയങ്കര രസമായിട്ട് പറഞ്ഞു. കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്നതിനേക്കാൾ ഒത്തിരി നന്നായിട്ട് ഇവര് ചെയ്യാൻ പറ്റും. ഒരു കണ്ണൂർ ബോയ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാൻ ഇരിക്കുന്നുള്ള സിനിമ നടന്നാൽ നല്ലതായിരിക്കും. നല്ല രസമുള്ള സബ്ജക്റ്റാണ്. ഇപ്പം ആസിഫൊക്കെ കേട്ടിട്ട് രസമായിട്ട് കമ്മിറ്റ് ചെയ്ത സിനിമയാണ്. അപ്പൊ എന്തായാലും ആ സിനിമ നടന്നാൽ അടിപൊളിയായിരിക്കും എന്നുള്ള എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള സിനിമയാണ്. നന്നാവട്ടെ ചിന്തിക്കുന്നു. അതില് തമറിനെ കാണാൻ പറ്റുമല്ലോ നമുക്ക്. അത് വേറെ അതൊരു അടുത്ത പടാണ്. നെയ്മ്പോളിയാണ് നായകൻ. നെയ്മ്പോളി ഓട്ടോ ഡ്രൈവറാണ്. ദിനേശൻ എന്നാണ് പേര്. ഓമന എന്നാണ് ഓട്ടോയുടെ പേര്. ദിനേശന്റെ അമ്മയുടെ ഓട്ടോയാണ്. ഷൂട്ട് തുടങ്ങും ഒരു മെയ് 20 ആയിട്ട്. അടുത്ത പടം ഞാൻ കൃഷ്ണാന്തിന്റെ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. പോസ്റ്ററൊക്കെ കളർഫുൾ. ഇവിടുന്ന് മരിച്ചു തുടങ്ങി.
അടുത്ത പടം ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെ നോക്കുന്നില്ല, സിനിമ റിലീസായി സർക്കിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടാണ് നോക്കാം. നമ്മള് ഞാൻ ഇപ്പോഴേ പണ്ടും ഞാൻ കുറച്ച് നാൾ മുമ്പ് ചിന്തിക്കായിരുന്നു, ഈ ആസിഫ് അലി സിനിമകൾക്ക് മാത്രം എന്തെങ്കിലും വെറൈറ്റി പേരുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട് പണ്ട് പോലെ. ഞാൻ അതല്ലേ ഇവിടെ സംവിധായകനാണല്ലോ ഇന്ന്. അല്ല, അത് ആസിഫിക്ക് പേരിട്ട പടങ്ങളുണ്ടോ? ഇല്ല. കൊഹിനൂറിനും അല്ല, കോഹിനൂർ എല്ലാം നമ്മള് ഒരുമിച്ച് കോഹിനൂർ പ്രത്യേകിച്ച് നമ്മൾ പ്രൊഡക്ഷനും കൂടെ ആയിരുന്നോണ്ട് അങ്ങനെ ഒരുമിച്ച് ആലോചിച്ചാണ്. അതിന് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സലീലും രഞ്ജിയാണ് അതിന്റെ പേര് അങ്ങനെ കൊണ്ടുവന്നത്. പിന്നെ ആദ്യം ഈ കെട്ടികളാണ് എന്റെ മാലാഖയുടെ ആദ്യത്തെ പേര് നന്മ നിറഞ്ഞ സ്ലീവാച്ചൻ, വിശുദ്ധ സ്ലീവാച്ചൻ എന്നായിരുന്നു. അപ്പൊ അത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഒരു കുറച്ച് മാറ്റി പിടിക്കണം എന്നുള്ള രീതിയിൽ ഈ കെട്ടികളാണ് എന്റെ മാലാഖ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ആ പേര് കേട്ടപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, എന്തൊരു സീരിയൽ പോലെ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ പേര് ഒരു പ്രാവശ്യം കേട്ട ആരും പിന്നെ മറന്നില്ല. അപ്പൊ അങ്ങനെ ഈ കോഹിനൂറിന്റെ പ്രൊമോഷൻ വീഡിയോ ഉണ്ടല്ലോ, ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ക്യാമറ പോയിട്ട് ഇതൊരു 80s കാലഘട്ടത്തിൽ, അപ്പൊ പ്രൊമോ വീഡിയോസ് ഒക്കെ ട്രെൻഡ് ആവുന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഒരു ആളുകൂടെയാണല്ലോ. അപ്പൊ അതിന്റെ ഐഡിയ ആയിരുന്നു അതല്ല. സർക്കിട്ട് മെയ് 9-ാം തീയതി. ഓക്കെ, സോ പറയാത്തോണ്ടാണോ പ്രശ്നം? സോ സർക്കിട്ട് മെയ് 8-ന് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ മികച്ചൊരു സിനിമ അനുഭവം തിയേറ്ററിൽ സിനിമയ്ക്ക് തരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈപ്പിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബോയ്.